കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. പുതുതായിട്ട് ടീച്ചറാവാൻ പോകുന്നൊരു കുട്ടിയാണ്. ലെസൺ പ്ലാനിൻ്റെയും ഇയർ പ്ലാനിൻ്റെയും ഒരു കോപ്പി തരാമോ എന്ന് ചോദിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ് മാത്രമേ നമ്മൾ വേറൊരാളിൽ നിന്ന് കോപ്പി ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മുടെ പ്ലാനിങ് ആണ്. ഒരു വർഷം നമ്മളെങ്ങനെ നമ്മുടെ സിലബസ് അല്ലെങ്കിൽ കരിക്കുലം എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത്. ഇനി പുതുതായിട്ട് ടീച്ചേഴ്സ് ആവാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. അത് തെറ്റുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുക. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ എങ്ങനെ വേണമെങ്കിലും കാണാം. ഒരു നിയമവുമില്ല. ഫ്രണ്ടായിട്ട് കാണാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളായിട്ട് കാണാം, ഏത് രീതിയിൽ വേണമെങ്കിലും കാണാം. പക്ഷേ അവരെ 100% നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്റ്റാഫ് റൂമിലെ ബാക്കി ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ ഒന്നും പിള്ളേരോട് പറയരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 16-17 വയസ്സുള്ള കുട്ടികൾ ചിന്തിക്കുന്നത് നമ്മൾ 35 വയസ്സുകാർ പറയുന്ന രീതിയിലായിരിക്കില്ല. അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ടീച്ചേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടികളെ ഉപയോഗിച്ചിട്ട് മറ്റേ ടീച്ചറെ കുറ്റം അവിടെ ചെന്ന് പറ, ഇവിടെ ചെന്ന് പറ എന്നൊക്കെ പറയണത്. കുട്ടികൾ നിങ്ങൾക്ക് പൊളിറ്റിക്സ് കളിക്കാനുള്ള ആൾക്കാരല്ല. അവരെ വെറുതെ വിട്ടേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് ടീച്ചേഴ്സിനോട് പറയുക. ഇനി മൂന്നാമത്തെ കാര്യം, ചില ടീച്ചേഴ്സ് കണ്ടിട്ടുണ്ട് പഞ്ച് ചെയ്തിട്ട് നേരെ പോകുന്നത് പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്കായിരിക്കും എന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു ടീച്ചറുടെ തട്ടകം എന്ന് പറഞ്ഞാൽ അവരുടെ ക്ലാസ് റൂമും അവിടുത്തെ കുട്ടികളുമാണ്, അല്ലാതെ പ്രിൻസിപ്പളിൻ്റെ റൂമല്ല. വല്ലവൻ്റെയും കഞ്ഞിയിൽ പാറ്റയിട്ടിട്ട് നമ്മൾ കഞ്ഞി കുടിക്കാൻ വന്നിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ കഞ്ഞിയിൽ പല്ലി കത്ത് കിടക്കുന്ന കാണുന്നത്. അതിൻ്റെ ആവശ്യമില്ല. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും എക്സ്പീരിയൻസും അത്രയും കഴിവുള്ളതുകൊണ്ടല്ലേ അവർ ആ പോസ്റ്റിലിരിക്കുന്നത്. അവർക്ക് പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാൻ അറിയാം. നമ്മളായിട്ട് പോയിട്ട് അവരുടെ പ്രഷറും BP ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം, കണ്ടന്റ് തറവായിട്ട് നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം ഒരു ക്ലാസ്സിലേക്ക് പോവുക. ഞാൻ പണ്ട് എനിക്ക് സീനിയറായിട്ടുള്ളൊരു സാറുണ്ടായിരുന്നു. ആ സാറ് 10-40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്നാലും പരീക്ഷയുടെ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുന്നേ അദ്ദേഹം അത് മുഴുവൻ വായിച്ചിട്ടേ പോകുള്ളൂ. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര അതിശയമായിരുന്നു. അങ്ങനെ വേണം നമ്മൾ പോകാൻ. എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം നമ്മുടെ കണ്ടന്റിൽ. താങ്ക് യു.